കൊറിയൻ ഫേസ് പാക്കും ഇന്ത്യൻ ഫേസ് പാക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഏതാണ് ഇന്ത്യൻ സ്കിന്നിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടാവുന്നത് എന്ന് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ ഇന്ത്യൻ ഫേസ് മാസ്കും കൊറിയൻ ഫേസ് മാസ്കും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഏത് ഫേസ് മാസ്കിനാണ് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റണേന്ന് നോക്കാം. നമുക്ക് ഈ ഫേസ് മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. കൊറിയൻ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പാലൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ കൊറിയൻ ഫേസ് പാക്കിന്. അടുത്തത് ഇന്ത്യൻ ഫേസ് പാക്കിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടി. അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് വേണം. ആവശ്യത്തിന് തൈര് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് ലൂസാക്കി തന്നെ എടുക്കാം. ലൂസായിട്ടിരുന്നാലാണ് കുറച്ച് നേരം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ കുറച്ച് നേരം തന്നെ നിൽക്കുകയുള്ളൂ. അപ്പം നമ്മുടെ 2 ഫേസ് പാക്കും തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് കൊറിയൻ ഫേസ് മാസ്ക് ആണ് കേട്ടോ. അരിപ്പൊടി നമ്മുടെ സ്കിന്നിനെ നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഓയിൽ ബാലൻസ് ചെയ്യാനും വളരെ നല്ലതാണ്. അരിപ്പൊടിയും പാലും കൂടിയിട്ടുള്ള ഈ ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ തരും. ഓയിലി സ്കിന്നുകാർക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാക്കാണ് കേട്ടത്. ഭാഗത്തിന് നമുക്ക് ഇന്ത്യൻ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. കടലമാവ് നമ്മുടെ സ്കിന്നിലെ ടാന് കുറയ്ക്കാനും തൈര് നമ്മുടെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ് നൽകാനും സഹായിക്കുന്നതാണ്. ഒരു നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം തൈര്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സ്യൂട്ടായിട്ട് തോന്നിയത് ഈ കടലമാവിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ. എനിക്ക് ഈ അരിപ്പൊടി തേച്ച ഭാഗത്ത് നല്ലോണം ഹാഷായ പോലെ തോന്നി എൻ്റെ സ്കിന്ന്. പക്ഷെ കടലമാവ് തേച്ച ഭാഗം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ സൈഡ് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടിയത് അരിപ്പൊടിയുടെ പോർഷനിലാണെങ്കിലും നമ്മുടെ സ്കിന്ന് നല്ലോണം ഒന്ന് ക്ലീൻ അപ്പ് ചെയ്തെടുത്തത് കടലപ്പൊടിൻ്റെ ആ ഒരു പോർഷൻ തന്നെയാണ് കേട്ടോ. അരിപ്പൊടി തേച്ച ഭാഗത്ത് നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടായി. പക്ഷേ കടലപ്പൊടി തേച്ച ഭാഗത്താണ് നമ്മുടെ സ്കിന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി നല്ലൊരു ഈവൺ ടോണാക്കി എടുത്തത്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സ്യൂട്ടാവുന്നതും കടലപ്പൊടിൻ്റെ മാസ്ക് ആയിരുന്നു. അതെനിക്ക് നല്ലോണം ഒരു സോഫ്റ്റ്നെസ് തന്നിട്ടുണ്ടായിരുന്നു സ്കിന്നിന്. നല്ലോണം കഴുകിയിട്ടുണ്ട്. സോഫ്റ്റ് ആയതും നല്ല സ്കിന്ന് ക്ലീൻ ആയതും ഈ സൈഡാണ് കേട്ടോ. ഈ സൈഡിന് ഞാൻ ഡേ ലൈറ്റിൽ ഒരു വിഷ്വൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ പറയൂ.